ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم بعباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ നിയമവിധികൾ ജീവിതത്തിൽ ഉടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ യഥാസമയവും അനുഭവിച്ചുകൊണ്ടാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മുടെ പ്രവർത്തനക്ഷമതക്ക്, കർമ്മോത്സുകതക്ക് വളരെ ആവശ്യമായ അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ് ഉറക്കം എന്നത്. നമ്മളത് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടാൽ അടുത്ത ദിവസം അത് നമ്മുടെ ആരോഗ്യത്തെ എല്ലാ നിലക്കും ബാധിക്കാറുണ്ട്. അത് ശാരീരിക ആരോഗ്യത്തെ ആവട്ടെ, മാനസിക ആരോഗ്യത്തെ ആവട്ടെ, നമ്മുടെ ചിന്താ പ്രക്രിയയാകട്ടെ, എല്ലാം തന്നെ അത് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങൾ, നാം അള്ളാഹുവിനെ സ്തുതിക്കേണ്ട പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ് ഉറക്കം എന്നത്. നമ്മൾ ആലോചിച്ചു, ഉറക്കത്തിൽ നാം സ്വപ്നങ്ങൾ കാണാറുണ്ട്. ആ സ്വപ്നങ്ങൾ ചില സന്ദർഭങ്ങളിൽ വളരെ മധുരമൂർന്ന, നമുക്ക് ആഹ്ലാദമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന, ആനന്ദദായകമാണ്. മറ്റു ചില സന്ദർഭത്തിൽ അത് അങ്ങേയറ്റത്തെ ഭീകരമായി നമ്മുടെ ജീവിതത്തെ, അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഹിംസ്ര ജന്തുക്കൾ ആക്രമിക്കുന്നതോ, അഗാധ ഗർത്തങ്ങളിലേക്ക് നാം വീണുപോകുന്നതോ, അല്ലെങ്കിൽ വല്ല ഇഴജന്തുക്കൾ നമ്മെ ഉപദ്രവിക്കുന്നതോ, നാം മരണപ്പെട്ടു പോകുന്നതോ, അങ്ങനെ പലതും നാം സ്വപ്നം കാണാം. ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വളരെ വലിയ ചില അത്ഭുതങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആലോചിച്ചു, നാം വളരെ മനോഹരമായ ഒരു സ്വപ്നം കാണുന്നു. നല്ല ഒരു പൂന്തോട്ടത്തിലൂടെ സഞ്ചരിക്കുന്നതായി, അതിലെ നല്ല മധുരം മൂടുന്ന പഴവർഗ്ഗങ്ങൾ പറിച്ച് ഭക്ഷിക്കുന്നതായി, വളരെ മനോഹരമായ അവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നാം സ്വപ്നം കണ്ടിരുന്നു. ഈ സന്ദർഭത്തിൽ നാം നമ്മെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വായ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ചലിക്കുന്നില്ല, കൈകൾ ചലിക്കുന്നില്ല, ശരീരത്തിന്റെ ഒരു ഭാഗവും തന്നെ ചലിക്കുന്നില്ല. എന്നാൽ ആ സ്വപ്നത്തിൽ നമുക്ക് വയറ് നിറയുന്നതായി നാം അനുഭവിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ വയറ് നിറയുന്നില്ല, നാം ഭക്ഷണം കഴിക്കുകയോ മറ്റോ ചെയ്യുന്നില്ല. മാത്രമല്ല, ആ സ്വപ്നം അത് നമുക്ക് സന്തോഷമുണ്ടാകുന്നതാകട്ടെ അല്ലെങ്കിൽ ദുഃഖമുണ്ടാകുന്നതാകട്ടെ, ഏത് തന്നെയായാലും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന വ്യക്തി നാം കാണുന്ന സ്വപ്നത്തെ കുറിച്ച് ഒരു അറിവും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ നാം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ വലിയ ഒരു ദൃഷ്ടാന്തം കൂടിയാണ്. നമ്മൾ ആലോചിച്ചു, സ്വപ്നം യഥാർത്ഥത്തിൽ നാം അനുഭവിക്കുന്നത് ശാരീരികമായി ആണ് എങ്കിൽ കൂടി യഥാർത്ഥത്തിൽ അതിൻ്റെ മുഴുവനായ അനുഭവം നടക്കുന്നത് നമ്മുടെ ആത്മാവ് അള്ളാഹു പിടിച്ചെടുക്കുന്ന സന്ദർഭത്തെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിലെ വിശദീകരണം കാണാൻ കഴിയും. ഉറക്കവുമായി ബന്ധിപ്പിച്ച് അള്ളാഹു അതിനെ പറ്റി പറയുന്നതായി നമുക്ക് സൂറത്ത് സുമറിലൂടെ വായിക്കാൻ കഴിയും. അതിപ്രകാരമാണ്, അള്ളാഹു ഒരു മനുഷ്യന്റെ, നിങ്ങളുടെ ആത്മാവിനെ മരണപ്പെടുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായും ഏറ്റെടുക്കും.
എന്നാൽ ചില ആത്മാക്കൾ അവരുടെ ആത്മാവിനെ ഉറക്ക സന്ദർഭത്തിൽ അല്ലാഹു ഭാഗികമായി പിടിച്ച് വെക്കുകയും ചെയ്യും. മരണമാസന്നമായ മരണം നിശ്ചയിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഉറക്കത്തിൽ അല്ലാഹു പിടിച്ചെടുത്ത ആത്മാവിനെ അവിടെ പിടിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ അയാൾ മരണപ്പെട്ടു പോകും. എന്നാൽ ചില ആത്മാക്കൾക്ക് അല്ലാഹു ഒരു പ്രത്യേക സമയം വരെ അയാൾക്ക് നിശ്ചയിക്കപ്പെട്ട കാലാവധി വരെ ആ ആത്മാവിനെ അയാളിലേക്ക് തന്നെ തിരിച്ചു വിടുകയും ചെയ്യുന്നു. ആലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമാണ്. നമ്മൾ ആലോചിച്ചു, ഉറങ്ങുന്ന സന്ദർഭത്തിൽ നാം എവിടെ കിടന്ന് ഉറങ്ങുന്നു എന്നതിനെ കുറിച്ചോ സമയബോധത്തെ കുറിച്ചോ ഒന്നും നമുക്ക് ഒരു തിട്ടവും ഉണ്ടാവുകയില്ല. നമ്മുടെ വിചാര വികാരങ്ങൾ ഒന്നും നമ്മുടെ നിയന്ത്രണത്തായി ആയിക്കൊള്ളണമെന്നില്ല. ശരീരത്തിന്റെ നമ്മുടെ ശ്വാസോച്ഛ്വാസവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഹൃദയമിടിപ്പും മറ്റു ശാരീരിക ഓർഗൻസിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മറ്റു സമയത്ത് എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ നടക്കുന്നുണ്ട് എങ്കിൽ കൂടി നമ്മുടെ ബോധമണ്ഡലം നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നാം കാണുന്ന ആ സ്വപ്നത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. പലപ്പോഴും നമ്മൾ ഒരിക്കലും നിരക്കാത്ത, ഒരിക്കലും ചിന്തിക്കാത്ത, ആലോചിക്കുക പോലും ചെയ്യാത്ത ചില കാര്യങ്ങളായിരിക്കും നാം സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ നൈമിഷികമായ സമയത്ത് മാത്രം നടക്കുന്നതാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് മാത്രമാണ് അതിന്റെ അനുഭവം നമുക്കുണ്ടാവുന്നത്. പെട്ടെന്ന് നാം ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതോടുകൂടി ആ സാഹചര്യം സന്ദർഭം പൂർണ്ണമായും അവിടെ ഇല്ലാതാവുകയാണ്. നേരത്തെ നാം സൂചിപ്പിച്ച ചില സന്ദർഭത്തിൽ സ്വപ്നം അത് ആനന്ദദായകമാകാം, ചില സന്ദർഭത്തിൽ അത് ദുഃഖകരവും വിഷമകരവുമാണ്. ഇത് എന്ത് തന്നെയായാലും നമ്മുടെ ആത്മാവാണ് യഥാർത്ഥത്തിൽ അത് അനുഭവിക്കുന്നത്. എന്താണ് ആത്മാവ് എന്നതിനെ കുറിച്ച് പലപ്പോഴും പലതരത്തിലുള്ള പഠനങ്ങൾ നടന്നു. വളരെ കൃത്യമായ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഐഡിയ അതിലേക്ക് എത്തിച്ചേരുക പ്രയാസകരമാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം ഇപ്രകാരം പറയുന്നത്: ആത്മാവിനെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കും. താങ്കൾ പറയുക, ആത്മാവ് എന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ പെട്ടതാണ്. നിങ്ങൾക്ക് വളരെ കുറച്ച് അറിവ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ ആലോചിച്ചു, ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു എത്തിപ്പിടിയും കിട്ടുകയില്ല. എവിടെയും നമ്മുടെ ചിന്ത ഉടക്കി അത് ഇന്നതാണ് എന്ന് പറയുക സാധ്യമല്ല. അവിടെ നാം ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ആത്മാവ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു ചേരുന്നതാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ, അതുമായി പരാമർശിക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹിജ്റിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ അവനെ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് അത് ശരിപ്പെടുത്തി പൂർണ്ണമാക്കിയതിനു ശേഷം നമ്മുടെ ആത്മാവിനെ അവനിൽ നാം ഊതുകയും ചെയ്യും. ആ സന്ദർഭത്തിൽ അവിടെയുള്ള മുഴുവൻ മലക്കുകളാണ് അവിടെ പ്രത്യേകം ഉദ്ദേശിക്കുന്നത്. അവർ അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ ആത്മാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുകയുണ്ടായി. ഇബ്ലീസ് ഒഴികെ എന്ന് പറയുകയുണ്ടായി. അവിടെ അല്ലാഹുവിൽ നിന്നുള്ള ആ റൂഹിനെ മനുഷ്യ ശരീരത്തിൽ നിക്ഷേപിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഒരു മനുഷ്യക്കുഞ്ഞ് അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ രൂപം കൊണ്ട് ഏറെക്കുറെ 4 മാസത്തോളമാവുന്ന സന്ദർഭത്തിൽ അല്ലാഹു അതിൽ ആത്മാവിനെ നിക്ഷേപിക്കുകയാണ്. ശരീരത്തിലേക്ക് വന്നു ചേരുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ആത്മാവ് എന്നത്. ഇവിടെ ആത്മാവ് അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ അത് വളരെ ഭീകരമാകാം, അതുപോലെ തന്നെ സന്തോഷകരമാകാം. നാം നേരത്തെ പറഞ്ഞ സന്ദർഭം ഇതുമായി നാം ഒന്ന് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഖബർ ശിക്ഷ അല്ലെങ്കിൽ ബർസഖി ലോകത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഫിർഔനും അയാളുടെ കിങ്കരന്മാരും അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളെ കുറിച്ച് പറയുന്നതായി കാണാൻ കഴിയും. പ്രഭാതത്തിലും പ്രദോഷത്തിലും നരകം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, പ്രകടിപ്പിക്കപ്പെടും. എന്നാൽ ഈ ലോകം അവസാനിക്കുന്ന ആ സന്ദർഭത്തിൽ, എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സന്ദർഭത്തിൽ, ഫിർഔന്റെ കുടുംബത്തിന് ഏറ്റവും ക്രൂരമായ കഠിനമായ ശിക്ഷ അനുഭവിപ്പിക്കുവാൻ, അതിൽ അവരെ പ്രവേശിപ്പിക്കുവാൻ മലക്കുകൾ കൽപ്പിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറയും. അപ്പോൾ ഇവിടെ ഫിർഔനും അതുപോലെ തന്നെ ഫിർഔന്റെ അനുയായികളും ഈ ശിക്ഷ എല്ലാ സന്ദർഭത്തിലും, എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർ ആ നരക ശിക്ഷയുടെ കാഠിന്യത്തെ കുറിച്ച് അനുഭവിപ്പിക്കപ്പെടുമെന്ന് അത് ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ആ ഹദീസ് ഇപ്രകാരം: ഓരോ ആത്മാവും ഇദാ മാത അഹദുക്കും ഉരിദ അലൈഹി മഖദഹു ബിൽ ഖദാത് വൽ ആശി, നിങ്ങളിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ പാരത്രിക ലോകത്തുള്ള അവന്റെ ഇരിപ്പിടം അല്ലെങ്കിൽ അവന്റെ സങ്കേതം അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും പ്രഭാതത്തിലും പ്രദോഷത്തിലും. ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന മിൻ ഫമിൻ അഹ്ലിൽ ജന്ന, അവൻ അത് സ്വർഗാവകാശിയായ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് അനുഭവപ്പെടുന്നത് സ്വർഗത്തിൽ നിന്നുള്ള കാഴ്ചകളായി. ഫഇൻ കാന മിൻ അഹ്ലിൻ നാർ, ഇനി അവൻ നരകാവകാശിയാണെങ്കിൽ ഫമിൻ അഹ്ലിൻ നാർ, അയാൾ കാണപ്പെടുന്ന കാഴ്ചകൾ നരകത്തിൽ നിന്നാണ്. യുഖാലു ലഹു ഹാദാ മഖഅദുക, അയാളോട് പറയപ്പെടും ഇതാണ് നിന്റെ സങ്കേതം. ഹത്താ യുബഅസല്ലാഹു ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹു ആ ആത്മാവിനെ നാളെ പാരത്രിക ലോകത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ. അപ്പോൾ നമ്മുടെ മരണത്തിന് ശേഷം നാം ഇത്തരത്തിലുള്ള ചില കാഴ്ചകൾ, ചില ശിക്ഷകൾ അനുഭവിക്കപ്പെടും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന കാര്യം. നമ്മൾ ആലോചിക്കുമ്പോൾ മരണപ്പെട്ടതിന് ശേഷം മനുഷ്യർ, നാം വിശ്വാസികളായ ആളുകൾ, നമ്മൾ ആറടി മണ്ണിനടിയിൽ മറമാടപ്പെടുകയാണ്. എന്നാൽ ശരീരത്തെ കത്തിച്ചു കളയുന്ന ആളുകളുണ്ട്, വെള്ളത്തിൽ ഒഴുക്കി കളയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ എവിടെയാണ് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ പോലും സാധിക്കാത്ത രീതിയിൽ മരണം സംഭവിക്കുന്നതായി കാണാൻ കഴിയും. ഏത് രീതിയിൽ മനുഷ്യൻ മരണപ്പെട്ടാലും അവന്റെ ആത്മാവിന് ഈ പറഞ്ഞ കാര്യങ്ങൾ അനുഭവപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്വപ്നവുമായി നാം അതിനെ ബന്ധിപ്പിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യമാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിക്കുന്ന ഒരു വസ്തുവാണ്. മരണത്തോടുകൂടി ആ നമ്മുടെ ശരീരമാകുന്ന വാഹനത്തിൽ കയറിക്കൊണ്ടിരിക്കുന്ന ആ ആത്മാവ് ഉയർത്തപ്പെടുകയാണ്, അല്ലാഹുവിനെ ഉയർത്തപ്പെടുകയാണ്. അതിന് ആത്മാവിന് യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിനാണ് യഥാർത്ഥത്തിൽ എല്ലാ നിലക്കുള്ള തകർച്ചയും സംഭവിക്കുന്നത്. ആത്മാവിനെ ഒരിക്കലും, ആത്മാവിലൂടെ ഒരിക്കലും പുഴുവരിക്കുകയോ അല്ലെങ്കിൽ അത് മണ്ണിൽ ലയിച്ചു ചേരുകയോ ചെയ്യുന്നില്ല. അത് ഇവിടെ നിലനിൽക്കും. അല്ലാഹു അതിനെ ഉയർത്തുമെന്ന് നേരത്തെ സൂചിപ്പിച്ച ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാം സ്വപ്നത്തിലൂടെ അനുഭവിക്കുന്നത് പോലെ തന്നെ ഈ ബർസഖിയായ ലോകത്ത് നാം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതൊരു സദാ സ്വപ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നാം അത് കേവലം ചില നൈമിഷികമായ ചില സ്വപ്നങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് നാം കാണുന്ന സ്വപ്നം ചിലപ്പോൾ നമുക്ക് അനുഭവം ദിവസങ്ങളോളമായിട്ടുണ്ടാവും. പക്ഷേ അത് വളരെ നിമിഷാന്തങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. 2-3 ദിവസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ ചില സന്തോഷങ്ങൾ സ്വപ്നത്തിലൂടെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം, നാം കണ്ടേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്ന ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. അതോടുകൂടി അത് കഴിയുകയാണ്. എങ്കിൽ കൂടി നാം അനുഭവിക്കുന്ന സന്തോഷമാകട്ടെ സന്താപമാകട്ടെ അത് ഒരു അനുഭവമായി നമുക്കുണ്ടാവും. നമ്മൾ ആലോചിച്ചപ്പോൾ മരണപ്പെട്ടതിന് ശേഷം ആ മനുഷ്യൻ മരണപ്പെട്ട നിമിഷം മുതൽ അയാൾ മറമാടപ്പെട്ട മുതൽ ഈ രീതിയിൽ ആ ബർസഹിയായ ലോകത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സന്തോഷമാകട്ടെ അത് അല്ലെങ്കിൽ ദുഃഖകരമായ ശിക്ഷാകരമായ കാര്യമാകട്ടെ അയാൾ അത് അനുഭവിച്ചു കൊണ്ടേയിരിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ശേഷം ആ മരണത്തിന് ശേഷം ബർസഹിയായ ജീവിതമുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ നീണ്ടുനിൽക്കുന്നതാണ്. എന്നാൽ ഒരു ആത്മാവ് യഥാർത്ഥത്തിൽ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്നത് നാളെ പാരത്രിക ലോകത്ത് വെച്ചാണ്. അവിടെ മനുഷ്യൻ പല രീതിയിലാണ് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത്. നമ്മൾ ആലോചിച്ചു, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാഴ്ചയുള്ള ഒരു വ്യക്തി, അതുപോലെ തന്നെ കാഴ്ചയില്ലാത്ത വ്യക്തി, ശാരീരിക വൈകല്യമുള്ള കറുത്ത വെളുത്ത അല്ലെങ്കിൽ വിവിധ രൂപങ്ങളിലുള്ള മനുഷ്യർ അതേ രീതിയിലായിരിക്കില്ല അവിടെ അല്ലാഹുവിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടുക. എല്ലാ വിധത്തിലുമുള്ള ആരോഗ്യമുള്ള ആളുകളായിട്ട് ഉയർത്തെഴുന്നേൽക്കപ്പെടാം. അതുപോലെ തന്നെ മറ്റു ചില രൂപങ്ങളിലും ഉയർത്തെഴുന്നേൽക്കപ്പെടാൻ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു മനുഷ്യൻ ഇഹലോകത്ത് അല്ലാഹുവിന്റെ ദിക്റിനെ, അല്ലാഹുവിന്റെ ഉത്ബോധനത്തെ നിഷേധിക്കുകയും അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അയാളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇപ്രകാരമാണ്: ആ നമ്മുടെ ഉത്ബോധനത്തെ അവഗണിക്കുന്നു. അത്തരം ആളുകൾ നാളെ പാരത്രിക ലോകത്ത് വളരെ ഇഹലോകത്ത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുടിസായ ഒരു അനുഭവമാണ് ഉണ്ടാവുക, ഒരു ജീവിതമാണ് ഉണ്ടാവുക. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുന്ന പല ആളുകളെ സംബന്ധിച്ചിടത്തോളം സമാധാനം, സ്വസ്ഥത അവരുടെ ജീവിതത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ അസ്വസ്ഥതയ്ക്ക് പല കാരണങ്ങളും നാം തേടുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധത്തിൽ നിന്ന് ഒരു ആത്മാവ് അകലുന്നതോടുകൂടി അയാൾ
ചില കുടുസായ അനുഭവങ്ങൾ ഇവിടെ അയാൾക്ക് ഉണ്ടാകുമെന്ന്. മാത്രമല്ല നാളെ പാരത്രിക ലോകത്ത് യൗമൽ ഖിയാമത്തി അഅ്മ വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, അന്ധനായിക്കൊണ്ട് അയാൾ ഉയർത്തെഴുന്നേൽക്കപ്പെടും. ആ മനുഷ്യൻ ആ സന്ദർഭത്തിൽ പറയും, ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മ വഖദ് കുൻതു ബസീറ, എന്റെ രക്ഷിതാവേ എന്തുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ അന്ധനായി ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത്? എനിക്ക് ഈ ലോകത്ത് വെച്ച് കാണാൻ കഴിയുമായിരുന്നല്ലോ. ആ സന്ദർഭത്തിൽ അവിടുന്ന് അവന് ലഭിക്കുന്ന മറുപടി, ഖാല കദാലിക അൻതുക ആയാതുനാ ഫനസീതഹ, അല്ലാഹു പറയും, അപ്രകാരം നിന്റെ അടുക്കൽ നമ്മുടെ ആയത്തുകൾ വന്നു, ഫനസീതഹ, അപ്പോൾ നീ അത് മറന്നു കളഞ്ഞു, നീ അത് വിസ്മരിച്ചു കളഞ്ഞു. ഫകദാലികൽ യൗമ തുൻസ, അപ്രകാരം നീയും ഇന്ന് വിസ്മരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം വളരെ കൃത്യമായി വ്യക്തമായ രീതിയിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധവും ചിന്തയും അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നാം ആശിക്കുന്ന ഇച്ഛിക്കുന്ന രീതിയിൽ അല്ലാഹുവിന്റെ മുന്നിൽ നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി, അല്ലാഹു ആർക്ക് സന്മാർഗം നൽകുന്നുവോ യഥാർത്ഥത്തിൽ അവനാണ് യഥാർത്ഥ സന്മാർഗം ലഭിച്ചത്. വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു ഔലിയാ മിൻ ദൂനിഹി, എന്ന് ആരെങ്കിലും വഴികേടിലാകുകയാണെങ്കിൽ അവന് അല്ലാഹുവിന് പുറമെ മറ്റൊരു വലിയ ഒരിക്കലും ഉണ്ടാകുകയില്ല. വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം, നാളെ പാരത്രിക ലോകത്ത് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അവരുടെ മുഖം കുത്തിയ നിലയിലായിരിക്കും. ഉംയൻ വബുക്മൻ, അതുപോലെ തന്നെ വസുമ്മൻ, അവർ അന്ധരായിരിക്കും, ബധിരരായിരിക്കും, മൂകരായിരിക്കും. മഅവാഹു ജഹന്നം, അവരുടെ സങ്കേതം നരകമായിരിക്കും. കുല്ലമാ ഖബത് സിദ്നാഹും സഈർ, എപ്പോഴൊക്കെ അതിന്റെ കാഠിന്യം കുറയുന്നുവോ അപ്പോൾ അവർക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാകത്തക്ക രീതിയിൽ ശിക്ഷ അവരെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആലോചിച്ചു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ പാരത്രിക ലോകത്ത് യഥാർത്ഥ രീതിയിൽ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ തന്നെ ഇവിടെ നമ്മുടെ ആത്മാവ് ശേഖരിക്കുന്ന ഗുണങ്ങൾ അത് സൽ പ്രവർത്തനങ്ങളായിരിക്കണം. അത് ദുഷ്ഫലമാണെങ്കിൽ സ്വാഭാവികമായും ആ ആത്മാക്കൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. എല്ലാവരും സംസാരിക്കാതിരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വന്ന് നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുന്ന ഒരു പ്രവണത ഒരിക്കലും ഉണ്ടാകില്ല. വിശുദ്ധ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി അത് ഉണർത്തിയ ഒരു കാര്യം. അതുകൊണ്ട് നാം പറഞ്ഞു വന്നത് നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നാളെ പാരത്രിക ലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ വളരെ കൃത്യമായ വളരെ ബോധത്തോടുകൂടി നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും അതിനനുസൃതമായ പ്രവർത്തനവും നമ്മളിൽ നിന്നുണ്ടാകും. അവിടെ ചില ആത്മാക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ആ ആത്മാക്കളുടെ പ്രത്യേകത മുസ്ഫിറ, അന്നേ ദിവസം ചില ആത്മാക്കൾ, ചില മുഖങ്ങൾ വളരെ ആനന്ദഭരിതമായി, മുസ്തബിശിറ, സന്തോഷദായകമായിരിക്കും. അതോടൊപ്പം തന്നെ അവർ ചിരിച്ചുകൊണ്ടായിരിക്കും അള്ളാഹുവിനെ അവിടെ ദർശിക്കുന്നത്. എന്നാൽ മറ്റു ചില മുഖങ്ങളുടെ ആ മുഖങ്ങൾ പൊടിപടലങ്ങൾ പിടിച്ചുകൊണ്ട് ആയിരിക്കും അവിടെ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത്. പൊടിപടലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്ഷീണിച്ച് അവശരായി അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അത് സൂചിപ്പിക്കുന്നത്. അതിനെ ചില പ്രയാസങ്ങൾ ആവരണം ചെയ്തുകൊണ്ടിരിക്കും ആ മുഖങ്ങളെ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നേരത്തെ പറഞ്ഞ രീതിയിൽ സന്തോഷദായകരമായ രീതിയിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഉയർത്തെഴുന്നേൽക്കപ്പെടുവാൻ നമുക്ക് കഴിയേണ്ടത്. ഇവിടെ ഈ ലോകത്ത് അല്ലാഹു നമ്മുടെ ശരീരത്തിലേക്ക് ആത്മാവിനെ നിക്ഷേപിക്കുകയാണ്. നേരത്തെ ഞാൻ പറയുകയുണ്ടായി, നാളെ പാരത്രിക ലോകത്തിൽ നമ്മുടെ ആത്മാവിലേക്ക് നമ്മുടെ ശരീരത്തെ തിരിച്ചു കൊണ്ടുവരികയാണ്. അത് ഇനി ചില രൂപമാറ്റങ്ങൾ സംഭവിച്ചേക്കാം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ അങ്ങേയറ്റത്തെ സന്തോഷവും അതുപോലെ തന്നെ നല്ല ഒരു സാഹചര്യമായിരുന്നു. വിശുദ്ധ ഖുർആൻ ആ കാര്യം ഇപ്രകാരം സൂറത്തുൽ ഹദീദിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന അയ്ദീഹിം വബിഐമാനിഹിം, വിശ്വാസികളായ ആളുകളെ അവർക്ക് ആ ദിവസം നാളെ പാരത്രിക ലോകത്ത് നിനക്ക് കാണാൻ കഴിയും. യസ്ആ നൂറുഹും ബൈന അയ്ദീഹിം വബിഐമാനിഹിം, അവരുടെ എല്ലാ വശങ്ങളിലൂടെയും പ്രകാശം സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പ്രകാശം അവരെ ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കും. അവർക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെടും. ആ സന്തോഷവാർത്ത എങ്ങനെയാണ്? നിങ്ങൾക്ക് താഴ്ഭാഗത്ത് കൂടി അരിവുകളുള്ള ആ സ്വർഗം ലഭിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷവാർത്തയാണ്. അവർ അതിൽ നിത്യവാസികളാണ്. അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് ഈ രീതിയിൽ പ്രകാശം ചുറ്റും ഉണ്ടാകുന്ന
ആനന്ദദായകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവിനെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ വളരെ ആത്മാർത്ഥതയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ അത് സൽക്കർമ്മങ്ങളായിരിക്കണം. നാം നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരം കൊണ്ട് പ്രാവർത്തികമാണ്. അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നത് നമ്മുടെ ആത്മാവുകളിലാണ്. ആത്മാവ് അതിൻ്റെ ശേഖരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ആത്മാക്കളിലേക്ക് നമ്മുടെ ശരീരത്തെ നാളെ പാരത്രിക ഉയർത്തുന്ന സന്ദർഭത്തിൽ അവിടെ വിശ്വാസികൾക്കുണ്ടാകുന്ന പ്രത്യേകമായ അവസ്ഥയാണ് നാം ഈ സൂചിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നിരക്ക് സന്തോഷത്തോടെ ആമോദത്തോടെ കൂടി അള്ളാഹുവിനെ സമീപിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവുന്നുണ്ട്. അത്തരം ആത്മാക്കൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്കുണ്ടാകുന്ന പ്രത്യേകമായ അവസ്ഥയെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന സൂറത്ത് ഫജ്റിലെ അവസാനത്തെ സൂക്തങ്ങളാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളെ കൂടി കേൾപ്പിച്ചത്. അത് ഇപ്രകാരമാണ്: ശാന്തമായ സമാധാനമടഞ്ഞ മനസ്സേ, നീ നിന്റെ രക്ഷിതാവിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് തൃപ്തിപ്പെടപ്പെട്ടവനായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ സ്വയം തൃപ്തി ലഭിക്കുകയും അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി ലഭിക്കുകയും ചെയ്യുന്ന ആത്മാവായിക്കൊണ്ട് നീ മടങ്ങുക. നീ എന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിക്കുക. അപ്രകാരം തന്നെ നീ സ്വർഗപ്രവേശനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക എന്നത്. ഇങ്ങനെ സമാധാനമടഞ്ഞ, ശാന്തി അടഞ്ഞ, സ്വസ്ഥതയുള്ള ഒരു ആത്മാവുമായി നമുക്ക് അള്ളാഹുവിനെ സമീപിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും നല്ല രീതിയിലായിരിക്കണം. മരണത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. പിന്നീട് കർമ്മങ്ങൾ ചെയ്തതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് അല്ലെങ്കിൽ അതിൻ്റെ നന്മ അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ, അതാണ് നാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ജീവിതകാലം അത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ഇവിടെ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിച്ചേക്കാം ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഒരു 50 വയസ്സായ 60 വയസ്സായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്ര പെട്ടെന്നാണ് സമയം കഴിഞ്ഞത് എന്ന ചിന്ത വളരെ കൃത്യമായി അവർക്കുണ്ടാകും. ഏത് സമയവും നമ്മുടെ ഈ ഹൃദയമിടിപ്പ് നിന്നുപോയത്, ആ മിടിപ്പ് നിൽക്കുന്നതോടുകൂടി കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലില്ല. പലപ്പോഴും മനുഷ്യർ 3 തരത്തിലാണ്. ചില ആളുകൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ച ചില പ്രയാസങ്ങളെ കുറിച്ച് ദുഃഖിച്ച് വിഷമിച്ച് ജീവിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ ചില ആളുകൾ വരാനിരിക്കുന്ന ലോകത്തെ കുറിച്ച് ചിന്തിച്ച് എന്റെ ഭാവി ഏത് രീതിയിലാകും എന്നതിനെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് അസ്വസ്ഥജനകമായി ജീവിക്കുന്ന ആളുകൾ. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ നമുക്ക് ലഭിച്ച ആ അവസരം, ഈ നിമിഷം അതിൽ വളരെ കൃത്യമായി ജീവിക്കുന്നവരെ. നമുക്ക് ലഭിച്ച കഴിഞ്ഞുപോയ സമയം അത് കഴിഞ്ഞുപോയി, അത് ഇനി ഒരു തിരിച്ചുവരവ് അതിനില്ല. നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ജീവിതം അത് നമ്മുടെ കയ്യിലല്ല. അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ഒരു തിട്ടവും ഒരു അറിവും നമുക്കില്ല. എന്തും തന്നെ സംഭവിക്കാം. നമ്മുടെ ജീവിതം തന്നെ അതില്ലാതായേക്കാം. എന്ന് പറയുന്ന ഒരു കഥാകാരൻ വളരെ മനോഹരമായി ആവിഷ്കരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ. അത് ഒരു മുഖംമൂടി അണിഞ്ഞ ഒരു പ്രത്യേക വസ്തുവിനെ പോലെയാണ്. നാം ധരിച്ച നമ്മുടെ വസ്ത്രങ്ങൾ അത് നമ്മുടെ കൈകൾ കൊണ്ട് ഊരിയെടുക്കുമെന്ന് ഒരിക്കലും പറയുക സാധ്യമല്ല. അത് ചിലപ്പോൾ നമ്മെ മയ്യത്ത് കുളിപ്പിക്കുന്ന വ്യക്തികളുടെ കരങ്ങളിലൂടെ ആയിരിക്കാം ഊരിയെടുക്കുന്നത്. ഏത് സമയത്തും അത് സംഭവിക്കാം. അതിന് പ്രത്യേക കാലം ഇല്ല എന്ന് നമുക്കറിയാം. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് മരണം എന്നത് രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. ഒരു അറബി കവിയിൽ സുഹൈബുൽ അബി സൽമ എന്ന വ്യക്തി പറയുന്നുണ്ട്, രാത്രി കാലത്ത് ഒട്ടകം നടക്കുന്നതിന് സമാനമാണ് മരണം. രാത്രി ഒട്ടകം എന്ന് പറഞ്ഞാൽ അത് കണ്ണ് കാണാത്ത ഒരു അവസ്ഥയിൽ ഒരുപാട് ആളുകൾ കിടക്കുമ്പോൾ ആർക്കൊക്കെ ചവിട്ട് കൊള്ളും എന്ന് ഒരിക്കലും പറയാൻ പറ്റുകയില്ല. ആ ചവിട്ട് കൊണ്ട് വ്യക്തി മരണപ്പെട്ടേക്കാം. ഇതുപോലെ ആർക്കാണ് അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല. നിലച്ചിരിക്കാത്ത സന്ദർഭത്തിൽ പല ആളുകളും മരണപ്പെട്ട വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. നാം യാത്രകളും മറ്റും ചെയ്യുന്ന സന്ദർഭത്തിൽ വാഹനാപകടങ്ങൾ സംഭവിക്കാം, അങ്ങനെ മരണം സംഭവിക്കാം. ഏത് സന്ദർഭത്തിലും മരണം നമ്മെ പിടികൂടാം. ആ സന്ദർഭത്തിൽ ഇനി ഒരു അല്പം എനിക്ക് പിന്തിച്ചു തരൂ എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകും. പക്ഷേ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ഒരു സൂത്രം, അല്ലാഹു ഒരു ആത്മാവിന് അതിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു അല്പം പിന്തിച്ചു നൽകുന്ന ഒരു പ്രവണതയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് സന്ദർഭത്തിലും നമ്മുടെ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ അത് നിരീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് കണക്കാക്കപ്പെടുന്ന, കൃത്യമായി അത് പ്രതിഫലം നൽകപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറാം. ഇപ്പോൾ നമുക്ക് കർമ്മങ്ങൾ ചെയ്യുവാൻ സാധ്യമായ സന്ദർഭമാണ് ഈ നിമിഷം.
അതുകൊണ്ട് ഈ നിമിഷം അത് നമുക്ക് ലഭിക്കുന്ന ആ നിമിഷങ്ങൾ ഓരോന്നും വളരെ കർമ്മോത്സവമായി സൽക്രമങ്ങളാൽ ജീവിതം ധന്യമാക്കുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മെ തിന്മകളിലേക്ക് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടത്തുണ്ട്. അതൊക്കെ തന്നെ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആനന്ദദായകമായ രീതിയിൽ മലക്കുകൾ മരയ്ക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മെ അഭിമുഖീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. സൂറത്ത് ഹാമിൻ സജദയിൽ വിശ്വാസികളുടെ മരണത്തെ കുറിച്ച് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെ മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അഭിമുഖീകരിക്കും. അവരോട് പറയുന്നു, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗ്ഗത്തെ കുറിച്ച് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കപ്പെടുക എന്നത്, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് സന്ദർഭത്തിൽ മരണം നമ്മെ പിടികൂടുമ്പോഴും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുവാൻ നമ്മുടെ ആത്മാവിന് അതിനുശേഷം അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ വളരെ പ്രയാസമില്ലാത്ത അവസ്ഥയിൽ സന്തോഷമായ അത് നല്ല അനുഭവങ്ങളായിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ നാം ധന്യമാക്കുക. നമുക്ക് ലഭിച്ച അവസരങ്ങൾ പരമാവധി നന്മകൾ ചെയ്യുവാനുള്ള സാഹചര്യമായി പരിവർത്തിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരും നടത്തുകയാണ് ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരന്മാർ, നമുക്കറിയാം, ലോകത്ത് ഗസ എന്ന പ്രദേശം ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിട്ട് ഏറെക്കുറെ വർഷങ്ങൾ. ഓരോ നിമിഷവും അവിടെ പിടഞ്ഞു വീഴുന്ന മനുഷ്യർ, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും, അത് നമ്മുടെയൊക്കെ തന്നെ കാഴ്ചകളെയും നമ്മുടെ മനസ്സിനെ വിഷമമുണ്ടാക്കുന്ന കാര്യം. ഇവിടെ ലോകത്തെ തന്നെ ധിക്കരിച്ചുകൊണ്ട്, ലോകത്ത് ഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളെയും മനുഷ്യരെയും ധിക്കരിച്ചുകൊണ്ട് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ അതിക്രൂരമായി പ്രവർത്തിക്കുന്ന സയനിസ്റ്റുകൾ, അവർ ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിപത്തുകളെ കുറിച്ച് നമുക്കറിയാം. അവിടെ നിരപരാധികളായ മനുഷ്യർ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, അവർ കൊല്ലപ്പെടുക എന്നുള്ളത് അതിദാരുണമായ ഒരു അവസ്ഥയാണ്. പലപ്പോഴും ഇത് നിത്യമായ ഒരു വാർത്തയായതുകൊണ്ട് തന്നെ അതൊരു വാർത്തയായി പോലും ചില സന്ദർഭത്തിൽ നാം പരിഗണിക്കാറില്ല. അതങ്ങനെ സംഭവിക്കുന്നു, നമുക്കൊന്നും ബാധിക്കുന്നില്ലല്ലോ എന്ന ചിന്ത ചിലപ്പോഴെങ്കിലും നമുക്കുണ്ടായേക്കാം. സഹോദരങ്ങളെ, ആ മനുഷ്യരെ കുറിച്ച് ആലോചിക്കാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നിരരാത്രം നമുക്കുണ്ടായിക്കൂടാ. ധിക്കാരികളായ ആളുകൾ മുമ്പ് പല പരീക്ഷണങ്ങൾക്കും ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇവർ കാണിക്കുന്ന ധിക്കാരങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാക്കാനും പ്രതീക്ഷിക്കാം അല്ലാഹുവിൽ നിന്ന്. നാം അവിടെ യാതനകൾ, പീഡനങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ സഹായം, അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച സമീപനമുണ്ടാകുന്ന, ഉറച്ച കാൽപ്പാടുകളിൽ മുന്നോട്ട് പോകുന്ന, ചലിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രതീക്ഷ അവരുടെ മനസ്സുകളിൽ നിക്ഷേപിക്കുന്ന രീതിയിൽ നമ്മൾ സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു ആ സമൂഹത്തെ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ഗസയും അതോടൊപ്പം അനുഭവിച്ചുള്ള ബൈത്തുൽ മുഖദ്ദസും മറ്റു പ്രദേശങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കപ്പെടുന്ന, അത് ഏറ്റവും പരിശുദ്ധമായി തന്നെ നിലനിൽക്കുന്ന ഒരു പ്രതീതി അല്ലാഹു സൃഷ്ടിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളും കുറ്റങ്ങളും പുറത്തുമാറാവട്ടെ. പല വിധത്തിലുള്ള പല രോഗങ്ങൾ കൊണ്ട് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻപിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള പ്രയാസം ഇല്ലാതാക്കപ്പെടുമാറാവട്ടെ. പ്രത്യേകിച്ച് ഗസയിൽ അവിടുത്തെ കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരെ അതിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك تجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في